ഞാൻ ആ വാഷ്റൂമിന്റെ ഒരു ഹാഫ് ഡോറിൽ വെച്ച് എൻ്റെ ഒരു കോയിന്, ഇച്ചിരി വിലയേറിയ ഒരു കോയിനായിരുന്നു തോന്നുന്നു, അത് താഴേക്ക് ഉരുണ്ട് വീഴുന്നു. പ്രായമേറിയ സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ ഈ കോയിൻ എടുത്ത് അവരുടെ ദേഹത്തങ്ങ് ഒളിപ്പിച്ചു. അവരുടെ വീട് അവരുടെ ബാക്കിൽ തന്നെ ഉണ്ടെന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലായി. ആ കുട്ടിക്ക് ഞങ്ങളോട് ഒട്ടും തന്നെ ഇഷ്ടം തോന്നുന്നില്ല. അവൾക്ക് കാരണം വ്യത്യസ്തമായൊരു ഭൂമികയിൽ നിന്നും വ്യത്യസ്തമായൊരു ശരീരപ്രകൃതം, കളർ ഷെയ്ഡ് ഇതൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ കുട്ടി അധികം കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോകണം. അതുകൊണ്ട് തന്നെ ബാഗ് തുറന്ന് ആദ്യം ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള 1-2 സാധനങ്ങളൊക്കെ നമ്മുടെ മുഖത്തോട്ട് വലിച്ചെറിയാൻ ശ്രമിച്ച് അപ്പോൾ ഈ കപ്പഡോക്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത് ബസ് എടുത്ത് തന്നെ പോകാനാണ്. അതിനകത്ത് 2 ലാഭങ്ങളുണ്ട്. ഒരു നൈറ്റ് സ്റ്റേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ബസ്സിൽ തന്നെ. അവിടുന്ന് ഒരു ഓവർനൈറ്റ് യാത്രയുണ്ട് കപ്പഡോക്യ എന്ന് പറയുന്ന ഭൂഗർഭ നഗരത്തിലേക്ക്. അൽമെഡാക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ട്രാം എടുത്ത് അലിബിക്കോയ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഇസ്താംബുളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇസ്താംബുളിലെ പൂച്ചകൾ. അത് പറയാതെ നമുക്ക് ഈ നഗരത്തെ പറ്റി നമ്മളത് പറയുക തന്നെ വേണം. കാര്യം ഏതാണ്ട് 50,000-ലേറെ തെരുവ് പൂച്ചകൾ വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു നഗരമാണ് ഇസ്താംബുൾ. എനിക്ക് തോന്നുന്നു ഇസ്ലാമിക കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം ഈ തെരുവ് പൂച്ചകൾക്കെല്ലാം തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും എല്ലാം ഫ്രീ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും അഗ്രസീവ് അല്ല. ഒരു ഗാംഭീര്യത്തോടുകൂടി ഇസ്താംബുളിലെ ഏത് മോണ്യുമെന്റിന്റെ മുകളിലും കാണുന്ന ഒരു കാര്യമാണ് അവിടുത്തെ തെരുവ് പൂച്ചകൾ. അവർക്ക് വേണ്ടി അവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ക്യാറ്റ് വെൻഡിങ് മെഷീൻ തന്നെയുണ്ട്. ആ ക്യാറ്റ് ഫുഡ് നമ്മളെ വെൻഡിങ് മെഷീനിൽ നിന്ന് എടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ പൂച്ചകൾ ചെതറി നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഞാൻ ഈ അലിബിക്കോയ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഈ അലിബിക്കോയ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് കപ്പഡോക്യ എന്ന് പറയുന്ന ഭൂഗർഭ നഗരത്തിലേക്കുള്ള ബസ് ലഭ്യമാവുന്നത്. ഈ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇസ്താംബുളിലെ ബൃഹത്തായ ഒരു എയർപോർട്ട് പോലെ നമുക്ക് തോന്നും. അത്ര സുന്ദരമായ നല്ല ഷെൽട്ടറും എല്ലാ സംവിധാനവും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ വെച്ചുണ്ടായത് ഒരു രസകരമായ ഒരു അനുഭവമാണ്. അപ്പം പലപ്പോഴും നമുക്ക് ഈ വാഷ്റൂമിൽ പോകണമെങ്കിൽ അവിടെ എല്ലാം കോയിൻ സിസ്റ്റമാണ്. ഞാൻ ആ വാഷ്റൂമിൻ്റെ ഒരു ഹാഫ് ഡോറിൽ വെച്ച് എൻ്റെ ഒരു കോയിന്, ഇച്ചിരി വിലയേറിയ ഒരു കോയിനായിരുന്നു തോന്നുന്നു, അത് താഴേക്ക് ഉരുണ്ട് വീഴുന്നു. ഈ താഴേക്ക് ഉരുണ്ട് വീണ കോയിന് താഴേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേനും അവിടെ വാഷ് ബേസിനിലെ മുഖം കഴുകിക്കൊണ്ടിരുന്ന ഒരു പ്രായമേറിയ സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ ഈ കോയിൻ എടുത്ത് അവരുടെ ദേഹത്തങ്ങ് ഒളിപ്പിച്ചു. ഇത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ അവരുടെ ആ കൗശലം കണ്ട് അന്തിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും ഇല്ലാത്ത പോലെയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 ടൈപ്പ് ആളുകളെ നമ്മൾ അവിടെ കണ്ടുമുട്ടണം. കാരണം അവർക്കും അറിയാം എൻ്റെ ആ കോയിൻ അവരുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഈ കോയിൻ വളരെ പ്രഷ്യസ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്ന ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ കോയിൻ വേണം. അപ്പോൾ ആ കോയിൻ അവരങ്ങ് കരസ്ഥമാക്കിയിട്ട് അതിന് തൻ്റെ ആടെ ഒരുപാട് വലിയ വേഷവിധാനങ്ങളൊക്കെ ജാക്കറ്റും സ്കാർഫും അതിലെവിടെയോ ഒളിപ്പിച്ചൊരു പുഞ്ചിരിയോടുകൂടി എന്നെ കടന്നുപോയി. അപ്പോൾ അതൊരു രസകരമായ അനുഭവമായിരുന്നു, അവരുടെ ഒരു മുഖം എല്ലാം കൂടി. അതിനുശേഷം ഞങ്ങൾ ഈ ബസ്സിനകത്ത് കയറുകയാണ്. ബസ്സിലൊക്കെ നല്ല ആ ഒരു സിസ്റ്റം, ഇസ്താംബുളിലെ പൊതുഗതാഗതത്തെ പറ്റി നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അത്ര വെൽ ഡെവലപ്ഡ് ആണ് ആ സിസ്റ്റം. നമ്മളെ എല്ലാം കൃത്യമായ ചെക്കിങ്ങിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ലഗേജ് എല്ലാം വെച്ച് അവർ നമ്മളെ അകത്ത് കയറിയപ്പം ഒരു സ്റ്റുവേർഡ് വന്നു. നമ്മളോട് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇത് പേയബിൾ ആയിരിക്കും, അപ്പം നമ്മളത് കഴിക്കണ്ട എന്ന് കരുതി. പക്ഷേ പിന്നീട് മനസ്സിലായി ഇതിൻ്റെ കൂടെ, ഈ ബസ് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു ഫുഡും ബിവറേജസും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച്. അപ്പം ഞങ്ങളുടെ പുറകിലൊരു ബ്രസീലിയൻ ഫാമിലി ഉണ്ട്. അവർ കപ്പഡോക്യയിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇസ്താംബുളിലെ മറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലിയാണ്. ഇസ്താംബുളിലെ 4-1 ജനങ്ങളും പുകവലിക്കുമെന്ന് എനിക്ക് തോന്നി, സ്ത്രീകളും പുരുഷനും. അപ്പോൾ ഈ ബസ്സിലെ ഈ സ്റ്റുവേർഡ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഈ സീറ്റിൻ്റെ ബാക്കിലാണ് ഈ പടികളുള്ളത്. അപ്പോൾ ഈ പടിയുടെ അവിടെ വന്നിരുന്ന് പുകവലിക്കാൻ തുടങ്ങി. ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര രൂക്ഷമായ ചുരുട്ടാണ് അവരുടെ. എന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിപ്പോൾ എനിക്കൊന്നും പറയാൻ വയ്യ. കാരണം അവിടെ എല്ലാവരും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും പുകവലിക്കുന്നത് കണ്ട് ഞാൻ ശരിക്കും അതിശയിച്ച് നിന്നുപോയി. കാരണം അത് ചെറിയ പുകവലിയല്ല, നല്ല രൂക്ഷമായ ചുരുട്ട് പോലുള്ള സാധനങ്ങളൊക്കെ അങ്ങ് വലിച്ചു കളയും. ബസ്സിൽ മൊത്തം ഈ സ്മെല്ല് പടർന്നു. പക്ഷെ ആർക്കും വലിയ കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ ഈ സ്റ്റുവേർഡ്, അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ ഈ ശരിക്കും അവൻ അഡിക്റ്റഡ് ആണ്. ഒരു 45 മിനിറ്റ്സിൽ ഇവനൊരു അങ്ങനെ ഒരു വന്ന് സിഗരറ്റ് സ്മോക്ക് ചെയ്തില്ല, അവന് പറ്റുന്നില്ല. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. അതിരാവിലെയാണ് ഈ കപ്പഡോക്യയിലേക്ക് എത്തിച്ചേരുന്നത്. മഷ്റൂം പോലെയുള്ള
വീടുകളും അതിലെ വെളിച്ചങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു നന്നേ പുലർക്കാലത്ത് ആ നഗരത്തിൽ പോയി ഇറങ്ങിയത് ഗൊരേമ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ഹോട്ടൽ നമുക്ക് കിട്ടി. അവിടെ ഹോസ്റ്റൽസ് അവൈലബിൾ അല്ലായിരുന്നു. ആ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഓണർ മൈന, മൈന എന്ന് തന്നെയാണ് അവരുടെ പേര്. ഞാൻ മൈന മൈന എന്ന് പാടുമായിരുന്നു അവരെ കാണുമ്പോൾ. അപ്പോൾ അവർ നമ്മളെ സഹാർദ്ദമായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ അവിടുത്തെ കപ്പഡോക്കിയയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹോട്ട് എയർ ബലൂൺ റൈഡാണ്. അപ്പോൾ സിവിൽ ഏവിയേഷൻ 2 ദിവസമായിട്ട് അനുമതി കൊടുത്തിട്ടില്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റ് വെതർ മോശമാണെങ്കിൽ അവർ അനുമതി കൊടുക്കില്ല. അതുകൊണ്ട് ഈ ഹോട്ട് എയർ ബലൂൺ റൈഡ് നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഒരു ഗ്രീൻ ടൂർ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിൽ പോകാം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലൊക്കെ എല്ലാം കൊണ്ടുവച്ച് എല്ലാം റെഡിയാക്കി പെട്ടെന്ന് റെഡിയായി ഈ ഗ്രീൻ ടൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗൈഡ് ജലാലുദ്ദീൻ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഈ ഗ്രീൻ ടൂറിലേക്ക് പോവുകയാണ്. ഇസ്താംബുളിന്റെ നാഗരികതയിൽ നിന്ന് കപ്പഡോക്കിയയിലെ ഗ്രാമീണതയിലേക്ക് വരുമ്പോൾ വലിയൊരു ചേഞ്ചാണ്. കാരണം ഇങ്ങനെ ഒരു നഗരം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ മഷ്റൂം പോലെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ ആളുകൾ ജീവിക്കുന്നതും അവിടെയുള്ള ഹോട്ടലുകളിലെ കേവ് ഹോട്ടലുകൾ, അത് ഇപ്പോൾ ടർക്കിഷ് ഗവൺമെന്റ് അവർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു. അപ്പോൾ അവരെല്ലാം അവരുടെ കേവ് വീടുകൾ, ഗുഹാ വീടുകൾ അവരെന്ത് ചെയ്തു, അവരെല്ലാം അത് ഈ ഹോം സ്റ്റേ പോലെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഗുഹാ വീടുകളിൽ താമസിക്കാൻ വേണ്ടി ആളുകൾ വന്ന് മറിയുകയാണ്. അപ്പൊ ഈ ഗ്രീൻ ടൂർ പോകുന്ന വഴിക്കാണ് ഭൂഗർഭ നഗരങ്ങൾ കണ്ടത്. ഡെറിൻക്യൂ എന്നാണ് പേര്. ഇത് പണ്ട് ക്രൈസ്തവര് അധിനിവേശത്തിന്റെ ഭാഗമായിട്ടുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഭൂമിക്കടിയിലേക്ക് 5 നില വരെയുണ്ട്. അപ്പൊ ഈ താഴോട്ട് ഇറങ്ങുന്തോറും വിസ്മയങ്ങളുടെ ഇതാണ്. കാരണം അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ആരാധനാലയങ്ങൾ, കുട്ടികളുടെ സ്കൂളുകൾ, പിന്നെ ശത്രുക്കളെ ശിക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ, വൈൻ ബാരലുകൾ, വലിയ ഭക്ഷണം ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തുരങ്കത്തിൽ കൂടിയാണ്. അതായത് ഏതാണ്ട് 2-3 അടി മാത്രമേ ഉള്ള തുരങ്കത്തില്. അപ്പം എന്നെ പോലെ ഒരു വലിയ, ഞങ്ങൾ 2 പേരും കുറച്ച് വലിയ സൈസാണ്. അപ്പം ഞങ്ങൾ 2 പേരും വളരെ ബുദ്ധിമുട്ടി കുനിഞ്ഞ് ഒരു 10-20 ഒരു 50-60 മീറ്ററോളം നമ്മളിങ്ങനെ നടക്കുകയാണ് ഈ കുനിഞ്ഞ്. ശരിക്കും ഇതുവരെ യാത്ര ചെയ്തതിലും മറ്റേതോ ഒരു, അതും ഇതിൻ്റെ ഈ പിന്നെ കളർ ഷെയ്ഡ് തന്നെ ഒരു ഓറഞ്ച്, ഒരു പാലറ്റ് അങ്ങനെയാണ്, ഓറഞ്ച് ആൻഡ് ക്രീം ഒരു പാലറ്റ്. നമുക്ക് എന്തൊക്കെയോ എന്താ പറയുക, നമ്മൾ ഒരു പച്ചപ്പൊന്നും കാണാതെ മറ്റെന്തോ ഒരു ഗ്രഹത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവിടെ ഒരു ശ്വാസമുട്ടുണ്ടാവുന്ന കാര്യമില്ല. പക്ഷേ അങ്ങേയറ്റം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. നമുക്ക് ഈ ഗൈഡിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോകും. അത്രയും വിശാലമായ കണക്ഷനുള്ള മറ്റൊരു, ഈ കൈമാക്ലി എന്ന് പറയുന്ന മറ്റൊരു ഭൂഗർഭ നഗരവുമായിട്ടും ഒക്കെ കണക്ഷനുള്ള ഒരു വിശാലമായ സ്ഥലമാണിത്. അപ്പൊ ഈ ഗൈഡിനെ ബേസ് ചെയ്ത് തന്നെ ഞങ്ങൾ പോവുക. ഇടയ്ക്ക് വലിയ കിടങ്ങുകളൊക്കെ ഉണ്ട്, വലിയ കിണറുകൾ, ഈ വെന്റിലേഷൻ ഷാഫ്റ്റ്, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ നമ്മൾ മറിഞ്ഞു വീഴും. വല്ലാത്തൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത് ഇടുങ്ങിയ സ്ഥലത്തിൽ കൂടെ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഭയം. പിന്നീട് ഞാൻ പല സ്ഥലത്തും പോയി ഉടക്കി നിൽക്കുകയാണ്, എനിക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തിൽ കൂടി ഏതാണ്ട് 3-3.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് മുകളിലെ ആ ഒരു നമ്മളുടെ ഭൂമിയിലേക്ക് പടികൾ കയറി എത്തിയപ്പോൾ ഉള്ള ഒരു സമാധാനം ഒന്നും പറയേണ്ടി വന്നില്ല. കാരണം അത്രയും സ്ട്രെസ് അതിനകത്ത് അനുഭവിച്ചു. ആ നഗരത്തിലാണ് ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു. 3000-4000 ആളുകൾ വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ ഭൂഗർഭ നഗരത്തിൽ ഇങ്ങനെ നൂണ്ടും ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു വലിയ അതിശയമുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് പുറത്തെത്തിയതിന് ശേഷമാണ് ശരിക്കും എനിക്ക് ശ്വാസം വീണത്. അതിനുശേഷം നമ്മൾ നേരെ ഈ ഇൽഹാര വാലിയും എല്ലാം സന്ദർശിച്ചിട്ട് വീണ്ടും ഗൊരമെ എന്ന് പറയുന്ന കപ്പഡോഷ്യയിലെ ആ പട്ടണത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പം വരും വഴി ഞാനൊരു വൈൻ യാർഡ് കണ്ടു, ഒരു വൈൻ സൂക്ഷിക്കുന്ന സ്ഥലവും എല്ലാം. ഈ വൈനൊക്കെ ഒരു വലിയ ഭൂഗർഭ നിലയത്തിൽ ഇങ്ങനെ വൈനിൻ്റെ ഒരു വലിയ ഏരിയ തന്നെയാണ്. ഏറ്റവും അധികം മുന്തിരി വാറ്റി വൈനെടുക്കുന്ന സ്ഥലമൊന്നും ഈ സ്ഥലത്തിന് വളരെ പ്രശസ്തമാണ്. അപ്പം താഴേക്ക് ഭൂമിക്കടിയിലോട്ടുള്ള സ്ഥലത്തൂടെ പോകുന്തോറും വൈനിൻ്റെ ഒരു വലിയ ഷോറൂം തന്നെ. അങ്ങനെ അത് വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തിൽ കൂടിയാണ് ആ ഒരു ദിവസം മൊത്തം കടന്നുപോയത്. അതിനുശേഷമാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ആ ഒരു സ്ഥലം തന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ ഗുഹ പിന്നെ സ്ഥലങ്ങളിൽ നിന്നും അവിടുത്തെ വീടുകളിൽ നിന്നെല്ലാം വെളിച്ചം പ്രസരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഓറഞ്ച് ലൈറ്റിങ്ങും എല്ലാമായിട്ടുള്ള ഒരു വലിയ ഗ്രാമത്തിൽ കൂടെ പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ കപ്പഡോക്കിയിലെ റൂമിൽ വന്നുറങ്ങി. ആ രാത്രി ഉണർന്നെഴുന്നേക്കുന്നത് ജീവിതത്തിലെ സുന്ദരമായൊരു പ്രഭാതത്തിൽ കൂടിയായിരുന്നു. ഹോട്ട് എയർ ബലൂണുകൾ നിറഞ്ഞ ആകാശം കാണുന്ന ഒരു ജനാലയ്ക്കിലായിരുന്നു അന്നത്തെ എൻ്റെ ഉണർച്ച. അപ്പോൾ സിവിൽ ഏവിയേഷൻ്റെ അനുമതി കിട്ടിയ കാരണം 2-3 ദിവസം പ്രവേശനം കിട്ടാതിരുന്ന ആളുകൾ
മൊത്തം കൂടി അന്നത്തെ ദിവസം ഈ ഹോട്ട് എയർ ബലൂൺ യാത്ര നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച, ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും തീ ചീറ്റുന്നതും ആ ബലൂൺ ഉയർന്നു പൊങ്ങുന്നതും പിന്നെ മലമുകളിലേക്ക് അത് ലാൻഡ് ചെയ്യുന്നതുമായ അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് ശേഷമാണ് അന്ന് കപ്പഡോക്കിയയിൽ നിന്നും ഞങ്ങൾ തീരദേശ മെഡിറ്ററേനിയൻ തീരനഗരമായ ഏഷ്യൻ സൈഡിലുള്ള അന്റാലിയയിലേക്കുള്ള ആ ഒരു ബസ് യാത്ര തുടങ്ങിയത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കപ്പഡോക്കിയയിൽ നിന്ന് അന്റാലിയയിലേക്കുള്ള യാത്രയിലെ ഒരു വിസ്മയമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, വായിച്ച പുസ്തകങ്ങൾ തേടിയുള്ള യാത്രകളെന്ന്. അപ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വലിയ എഴുത്തുകളുടെ വലിയൊരു ആരാധികയാണ് ഞാൻ. സൂഫി സംഗീതവും സൂഫി എഴുത്തുകളുമുള്ള ധാരാളം വായിച്ചിട്ടുള്ള, പണ്ടത്തെ ഹോസ്റ്റൽ കാലം നിറയെ അത് വായിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് കോണിയ നഗരം കാണാൻ നമുക്ക് ഐറ്റിനറിയിലും ഇല്ല, നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ഈ യാത്രയിൽ ഒരു നല്ല മയക്കം കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ കാണുന്നത് കോണിയ നഗരത്തിലേക്ക് ബസ് പ്രവേശിക്കുന്നതാണ്. സത്യത്തിൽ സന്തോഷം കൊണ്ട് എനിക്ക് അടക്കാൻ പറ്റില്ല. കാര്യം ഈ നഗരം കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിച്ചതേയില്ല. അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച് ഇറാനിലേക്ക് കുടിയേറി കോന്യയിലാണ് ജലാലുദ്ദീൻ റൂമി ഉറങ്ങുന്നത്. ഈ റൂമിയുടെ മക്ബറ കാണാൻ വേണ്ടി ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് നേരെ കയറുമ്പോൾ ഞാൻ കാണുന്നത് റൂമിയുടെ മക്ബറയിലേക്ക് പോകാനുള്ള നിരവധി വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ആണ് ഞാൻ ഈ ദർവീഷ് നർത്തകരെയും ഒക്കെ കാണുന്നത്. അത് റൂമിയുടെ ശിഷ്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു നൃത്തരൂപമാണ് കറങ്ങുന്ന ദർവീഷ് നൃത്തം. അതായത് അവർ ആ ഒരു വെളുത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടുള്ളൊരു സമാൻ നൃത്തം, ആത്മീയതയിൽ കൂടിയുള്ളൊരു നൃത്തം. ഈ കാര്യങ്ങളെല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് ഒരു അറ്റ് എ ഗ്ലാൻസിൽ ഒരു ഹാഫ് ആൻ അവർ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് കാണാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമായി പോയത്. ഇതിനകത്തിലൊരു ബോണസ് പോലെ, ഈ യാത്രയിലെ ഒരു ബോണസ് ആയിരുന്നു ഈ കോണിയ നഗരത്തിലെ ഒരു അരമണിക്കൂർ എനിക്ക് ചിലവഴിക്കാൻ കിട്ടിയ സമയം. അപ്പോൾ ഈ അന്റാലിയയിലേക്കുള്ള യാത്രയിലും വമ്പൻ കാഴ്ചകളാണ്. കാരണം തുർക്കിയുടെ ജൈവ വൈവിധ്യം വളരെ പ്രശസ്തമാണ്. കൃഷി കണ്ടുപിടിച്ചത് തന്നെ തുർക്കിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കൃഷിസ്ഥലങ്ങളിലൂടെയാണ് ഈ യാത്ര. ഫാം ഹൗസുകൾ, ഈ ഭൂഗർഭ അറകളിലെ വിത്ത് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, അതിൻ്റെ ഉയർന്ന ചിമ്മിനികൾ, പിന്നീട് കുറേ ദൂരം പോകുന്ന ഉടനെ വളരെ ബാരൻ ലാൻഡുകൾ, ഒരു കൃഷിയില്ലാത്ത സ്ഥലങ്ങൾ, മലമുകളുകൾ, അങ്ങനെ പർവ്വതങ്ങളുടെ ഇടയിലൂടെ മാത്രം, രണ്ട് സൈഡിലും പടുകൂറ്റൻ പർവ്വതങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ നേരെ അന്റാലിയ എന്ന് പറയുന്ന തീരദേശ നഗരത്തിലേക്ക് എത്തുകയാണ്. ആ രാത്രിയിൽ ഞങ്ങൾ ബെർലിൻ എന്ന് പറയുന്നൊരു ഹോസ്റ്റലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. ആ രാത്രി ഞങ്ങൾ ഹോസ്റ്റൽ മുറി കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. കല്ല് പതിച്ച ഇടവഴികളിൽ കൂടി ഞങ്ങൾ ഈ ലഗേജും എല്ലാം പിടിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ബെർലിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹോസ്റ്റൽ റൂം കണ്ടുപിടിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കതൊരു പ്രത്യേക ഒരു സെറ്റപ്പായിട്ട് തന്നെ തോന്നി. കാരണം അന്റാലിയയിലെ ആളുകൾ ഇസ്താംബുളിലെ പോലെ അത്രയും പോളിഷ്ഡ് അല്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവരുടെ സ്വഭാവത്തിലുമുണ്ട്. അപ്പം ഹോസ്റ്റൽ ഓണർ തന്നെ വളരെ റഫായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം അലോട്ട് ചെയ്തിരുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ AC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ധാരാളം പേര് അതിനകത്ത് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ നോക്കിയപ്പോൾ AC വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ആളുകൾ അങ്ങ് ഉറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓണറിനോട് എൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് തീരെ രസിച്ചില്ല. അപ്പോൾ ഈ ചെറിയ സംസാരം കേട്ടപ്പോൾ തന്നെ അതിനകത്തുനിന്നുള്ളൊരു അന്തേവാസി അപ്പം തന്നെ എഴുന്നേറ്റ് വന്നു. ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ ആ ഹോസ്റ്റലിൻ്റെ ഡോർ അങ്ങ് അടച്ചു. ആ റൂമിൻ്റെ, ആ ബങ്ക് ബെഡുള്ള റൂമിൻ്റെ ഡോർ അങ്ങ് വളരെ ശബ്ദത്തിൽ അടച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പോളിഷ്ഡ് സ്വഭാവക്കാരല്ല ഇവിടെ. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം ഞങ്ങൾക്ക് മറ്റൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇനി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അത് അവർക്ക് വ്യക്തമായ ഒരു റേസിസം അവരുടെ ഓരോ പ്രവൃത്തിയിലും ഞാൻ കാണുന്നുണ്ട്. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഈ അന്റാലിയ ടൗണിൽ എല്ലായ്പ്പോഴും തന്നെ ഞാൻ ഒരു മോർണിംഗ് വാക്കിന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. അങ്ങനെ രാവിലെ അതൊരു നല്ല നടത്തയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വീണ്ടും ഹോസ്റ്റലിൽ വന്നു. ഞങ്ങൾ ഇരുവരും റെഡിയായി
പോകാനായിട്ട് ഒരുങ്ങിയാണ്. അപ്പം ഈ ഹോസ്റ്റലിൻ്റെ കവാടത്തിൽ തന്നെ ഒരു ഗസ്റ്റ് റൂമിനകത്തിൽ നമുക്കെല്ലാം ഇരിക്കാനുള്ള സൗകര്യം, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഹോസ്റ്റലിൻ്റെ ഓണറിൻ്റെ മകള്, അധികം പ്രായമുള്ള ഒരു 9 വയസ്സുള്ള കുട്ടി, അവൾ സ്കൂളിലെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ കഴിക്കാനും തുടങ്ങുവാണ്. അപ്പോൾ അവരുടെ ബാക്കിൽ തന്നെ ഉണ്ടെന്ന് എനിക്കതിന് മനസ്സിലായി. ആ കുട്ടിക്ക് ഞങ്ങളോട് ഒട്ടും തന്നെ ഇഷ്ടം തോന്നുന്നില്ല. അവൾക്ക് കാരണം വ്യത്യസ്തമായൊരു ഭൂമികയിൽ നിന്നും വ്യത്യസ്തമായൊരു ശരീരപ്രകൃതം, കളർ ഷെയ്ഡ് ഇതൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ കുട്ടി അധികം കണ്ടിട്ടില്ല. അപ്പം ആ ഹോസ്റ്റൽ ഓണർ കുറച്ച് മറച്ചു പിടിച്ച അദ്ദേഹത്തിൻ്റെ റേസിസം കുട്ടിയിൽ കൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണ്. അവൾക്ക് ഞങ്ങൾ ആ സ്വീകരണ മുറിയിൽ ഇരിക്കരുത്, ഇപ്പം തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോകണം, അതുകൊണ്ട് തന്നെ ബാഗ് തുറന്ന് ആദ്യം ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള 1-2 സാധനങ്ങളൊക്കെ നമ്മുടെ മുഖത്തോട്ട് വലിച്ചെറിയാൻ ശ്രമിച്ച് ഒട്ടും തന്നെ ഒരു അൺടൈമബിൾ ഒരു അനിമൽ പോലെ ആ കുട്ടി നമ്മളുടെ അടുത്ത് ഒട്ടും അടുക്കാത്ത, അവൾക്ക് നമ്മൾ അപ്പോൾ തന്നെ ആ പ്രെമിസിൽ നിന്ന് ഇറങ്ങി തന്നെ പോകണം. അപ്പം എനിക്കതിൻ്റെ കാര്യം മനസ്സിലായി. കാര്യം മറ്റൊരു സ്ഥലങ്ങളിലാണെങ്കിൽ ടൂറിസം കുറച്ചും കൂടി ഡെവലപ്ഡായ ആളുകളെ കണ്ടും ഒക്കെ ശീലിച്ച ആളുകൾ അത് ആ റേസിസം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഒട്ടും തന്നെ പോളിഷ്ഡ് അല്ലാത്തൊരു വ്യക്തികളുടെ അടുത്തോട്ട് അത് എത്തിയപ്പോൾ അവർ വളരെയധികം കുഞ്ഞും അതിൻ്റെ അച്ഛനും, അപ്പം അതിൻ്റെ അച്ഛൻ ഇതിനെ വിലക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തിലെ മറ്റൊരു കാതലായ കാര്യം. അപ്പോൾ അദ്ദേഹം ഇതിന് മൗനാനുവാദത്തോടു കൂടി തന്നെ, പക്ഷെ ഞങ്ങളൊരു നെഗറ്റീവ് റിവ്യൂ അതിനെപ്പറ്റി എഴുതണമെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ എഴുതിയില്ല. കാര്യം അത് അവരുടെ ഒരു മാനസിക വളർച്ച അത്രയേ ഉള്ളൂ, അത് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ഒരു വളരെ അരഗൻ്റായ നേച്ചർ കണ്ടാണ് ഞങ്ങൾ രാവിലെ ലാറ ബീച്ചിലേക്ക് യാത്രയാവുന്നത്. ലാറ ബീച്ച് മെഡിറ്ററേനിയൻ സൗന്ദര്യമുള്ള അതിസുന്ദരമായൊരു സ്ഥലമാണ്. മധ്യധരനാഴി എന്ന് നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ആ കടലിനെ ഞാൻ നീലക്കടലാണ്, കൺകുളിർക്കെ കണ്ടു നിന്നു. അത്രയും സുന്ദരമായ തീരം. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു റഷ്യൻ ഫാമിലി ഉണ്ട്. ആ റഷ്യൻ ഫാമിലിയിൽ അവർ ഗ്രാൻഡ് പേരൻസിനെ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് പേരൻസിലെ അമ്മമ്മ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി ഇങ്ങി വന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് മണലിൽ കിടന്നും ഇരുന്നും എല്ലാ ആംഗിളിലും പുള്ളിക്കാരി ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ പല രാജ്യങ്ങളിലും കാണുന്നുണ്ട്, ഈ പ്രായമായവർ നമ്മളോട് കുറച്ചുകൂടെ പെട്ടെന്ന് സിങ്ക് ആവും. കാരണം അവർക്ക് കൂടുതൽ അനുഭവങ്ങളുണ്ട്, അവർ കുറച്ചും കൂടെ നമ്മളോട് കോഡിയലാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അത് തന്നെ, ലാംഗ്വേജ് ഒന്നും അവിടെ ഒരു വിഷയമല്ല. അവരെന്തോ റഷ്യൻ പറയുന്നു, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അവർ ഫോട്ടോസ് എല്ലാം വളരെ മണലിലൊക്കെ തലയൊക്കെ കൈകുത്തി കിടന്ന് എടുത്തു തരുന്നു. ഒത്തിരി ആംഗിളിൽ അവർ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ട് വീണ്ടും തിരിച്ച് ഒരു സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് വീണ്ടും മെഡിറ്ററേനിയൻ കടലിനകത്തേക്ക് നീന്താനായിട്ട് പോയി ചുറുചുറുക്കോടുകൂടെ. അതിൻ്റെ 70 വയസ്സിന് മേലിലുള്ള ഒരു സ്ത്രീയാണ്. അവിടെ വെച്ചാണ് ഈ ബീച്ച് ഷാക്കിലെ വെച്ച് ഞാൻ തുർക്കിയിലൊരു പ്രശസ്തമായ വിഭവം മെനമെയിൻ എന്നത് കഴിച്ചത്. ഈ മെനമെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയിലെ ഏറ്റവും സുന്ദരമായൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗിൻ്റെ ഡിഷാണ്. അപ്പം നല്ല തക്കാളി കുഴമ്പിനകത്ത് കുറച്ച് ബെൽ പെപ്പറും ഒക്കെ ഇട്ട് നല്ലപോലെ എഗ്ഗ് അധികം മൂക്കാതെ, അതിനെ എഗ്ഗിനെ ആ ഒരു അധികം അങ്ങോട്ട് പാകപ്പെടാതെ തന്നെ ചെറിയ ഫ്ലെയിമിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഈ ഡിഷൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ വരുമ്പോൾ നല്ല പച്ച മലയാളം കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഒരു 3 സ്റ്റുഡൻസ് ഈ അന്റാലിയ എന്ന് പറയുന്ന ഈ ഒരു തീരദേശ ഗ്രാമത്തിൽ അവർ ബീച്ചിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഊബർ വിളിച്ച് അവർ പോവുകയാണ് തിരിച്ച്. അപ്പം ഈ ഒരു ലോകത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് ഓരോ കോണിലിരുന്ന് മലയാളം കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഒരു എവിടെയെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ ഒരു മലയാളി കൾച്ചർ സ്പ്രെഡ് ചെയ്യപ്പെട്ടിരുന്ന എവിടെയെല്ലാമാണ് മലയാളി സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ ആ ഒരു സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. പച്ച മലയാളം കേട്ട് ആണ് ലാറ ബീച്ചിൽ നിന്നും തിരിച്ച് ഈ ഹോസ്റ്റലിലേക്ക് വരുന്നത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും ഇസ്താംബുളിലെത്തി തിരിച്ച് ഇന്ത്യയിലേക്ക് യാത്രയാവുകയായിരുന്നു. വായിച്ച പുസ്തകങ്ങൾ തേടിയുള്ള യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. തുർക്കിയിലേക്കുള്ള 10 ദിവസത്തെ യാത്ര ജീവിതത്തിലെ ഒരു മനോഹരമായ അനുഭവങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. വ്യത്യസ്തമായൊരു ഭൂമിക, 2 വൻകരകളുടെ സംസ്കാരങ്ങൾ, അങ്ങനെ ഒരു മറക്കാനാവാത്ത യാത്രയായിരുന്നു ഇസ്താംബുളിലെയും അതിൻ്റെ അനുബന്ധ നഗരങ്ങളിലേക്കുള്ള യാത്ര. ശരിക്കും ഒരു ബജറ്റ് ട്രിപ്പ് എന്ന് പറയാനാകാത്ത എന്നാൽ അതിമനോഹരമായ അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു യാത്ര തന്നെയാണ് തുർക്കി യാത്ര. വായിച്ച പുസ്തകങ്ങൾ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നതേയില്ല. 10 ദിവസത്തെ തുർക്കി യാത്രയിൽ അവിടുത്തെ സംസ്കാരം, ആഹാര രീതികൾ, അവിടുത്തെ ജനങ്ങൾ, തെരുവുകൾ ഇവയെല്ലാം തൊട്ടറിയാൻ കഴിഞ്ഞു. ഇനിയുള്ള യാത്ര കുട്ടിക്കാലത്ത് വായിച്ച റഷ്യൻ നാടോടി കഥകളിലെ സ്ഥലങ്ങൾ തേടിയാണ്. നന്ദി.